കുഞ്ഞുമണികളെ, കഥ കേൾക്കാൻ റെഡിയാണോ? ഇന്ന് ഒരു മത്സരത്തിന്റെ കഥ പറയാം. ഈ മത്സരം നടത്തിയതേ പക്ഷികളാ. അപ്പോൾ എന്തു മത്സരമായിരിക്കും അവർ നടത്തിയത്? പക്ഷികൾക്കുള്ള വിശേഷപ്പെട്ട കഴിവ് അതെന്താണ്? പറക്കാനുള്ള കഴിവ് അല്ലേ? വളരെ ചുരുക്കം ചില പക്ഷികൾ ഒഴിച്ചാൽ ബാക്കി എല്ലാ പക്ഷികൾക്കും എന്ത് ചെയ്യാൻ പറ്റും? ഉയരത്തിൽ പറക്കാൻ കഴിയും. അപ്പോൾ പക്ഷികൾ നടത്താൻ പോകുന്ന മത്സരം പറക്കൽ മത്സരം. ഏറ്റവും ഉയരത്തിൽ പറക്കാൻ കഴിയുന്നത് ആർക്കാണോ അയാളാണ് പക്ഷികളുടെ രാജാവാകാൻ പോകുന്നത്. ഈ മത്സരത്തെക്കുറിച്ച് കേട്ടപ്പോ തന്നെ എല്ലാ പക്ഷികളും പറഞ്ഞു, നമ്മൾ ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നത് വെറുതെയാ. കാരണം ഏറ്റവും ഉയരത്തിൽ പറക്കാൻ കഴിയുന്നത് പരുന്തിനാണ്. അല്ലെങ്കിൽ തന്നെ പരുന്തിനൊപ്പം മത്സരിച്ച് ജയിക്കാൻ നമുക്ക് പറ്റുമോ? പക്ഷികൾ പരസ്പരം ചോദിച്ചു. ഇക്കൂട്ടത്തിൽ ഒരു കുഞ്ഞൻ കുരുവിയുണ്ടായിരുന്നു, ഒരു കിയാങ് കിയാങ് കുരുവി. അവൻ ചിന്തിച്ചു, അതെന്താ അങ്ങനെ? വലിപ്പമുള്ളവർക്കും ശക്തിയുള്ളവർക്കും മാത്രമേ ജയിക്കാൻ പറ്റുള്ളൂ. എന്നെ പോലെ ഒരു കുഞ്ഞുകുരുവിക്ക് ജയിക്കാൻ പറ്റില്ലേ? ഇതായിരുന്നു അവന്റെ ചിന്ത. അപ്പോഴേക്കും മത്സരം തുടങ്ങാനുള്ള സമയമായി. എന്തായാലും പങ്കെടുക്കാം എന്ന് വിചാരിച്ച് പക്ഷികൾ എല്ലാവരും തയ്യാറായി നിന്നു. അപ്പോഴേക്കും മരം കൊത്തി വന്നു തന്റെ ചുണ്ടുകൾ കൊണ്ട് മരത്തിൽ ആഞ്ഞു കൊത്തി. ഈ ശബ്ദം കേട്ടതും പക്ഷികൾ ഓരോരുത്തരായി തങ്ങളുടെ ചിറക് വിടർത്തി ആകാശത്തിലേക്ക് പറന്നുയരാൻ തുടങ്ങി. എന്നാൽ അധികം വൈകാതെ തന്നെ പല പക്ഷികളും താഴേക്ക് വന്നു. അയ്യോ, പറ്റില്ല, ഇതെനിക്ക് പറ്റില്ല, ഇത്രയും ഉയരത്തിലൊന്നും പറക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല, അയ്യോ തളർന്നു പോയി എന്ന് പറഞ്ഞ് ചിറക് തളർന്ന് പല പക്ഷികളും താഴേക്കെത്തി. വീണ്ടും കുറേ സമയം കഴിഞ്ഞു. അപ്പോഴേക്കും 2 പക്ഷികൾ വളരെ ഉയരത്തിൽ പറക്കുന്നു. ഒന്ന് പരുന്ത്, രണ്ടാമതാരാ? നമ്മുടെ കുഞ്ഞൻ കുരുവി. ഇത്തിരി കുഞ്ഞൻ കിയാങ് കിയാങ് കുരുവി. കുരുവിയുടെ മനസ്സിൽ എന്താണ്? ഞാൻ എന്റെ കഴിവിന്റെ പരമാവധി പരിശ്രമിക്കും, ജയിക്കാനായി. ഇതായിരുന്നു നമ്മുടെ കുരുവിയുടെ ചിന്ത. എന്നാൽ മറ്റുള്ള പക്ഷികളോ? തങ്ങൾ മത്സരിച്ചിട്ടും കാര്യമില്ല, പരുന്തിനോട് തോറ്റുപോകും എന്ന ചിന്തയോടുകൂടിയാണ് അവർ മത്സരിക്കാൻ ഇറങ്ങിയത്. അതുകൊണ്ട് തന്നെ കുറച്ചു ദൂരം പറന്നുയർന്നു കഴിഞ്ഞപ്പോഴേക്കും അവരൊക്കെ ചിറക് തളർന്ന് താഴേക്ക് വീണു. എന്നാൽ ജയിക്കണം എന്ന ലക്ഷ്യത്തോടു കൂടി ഇറങ്ങിയ നമ്മുടെ കുഞ്ഞുകുരുവി തന്റെ സർവശക്തിയും എടുത്ത് പറന്നുയരുകയാണ് പരുന്തിനൊപ്പം. കുറച്ചുകൂടി സമയം കഴിഞ്ഞപ്പോൾ കുഞ്ഞുകുരുവിക്ക് മനസ്സിലായി, ഇനി എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല, അയ്യോ എന്റെ ചിറകുകൾ തളരുന്നു, ഞാൻ എന്ത് ചെയ്യും എന്നാലോചിച്ചപ്പോൾ കുരുവിക്ക് ഒരാശയം തോന്നി. കുരുവി പെട്ടെന്ന് വന്ന് പതിയെ പരുന്തിന്റെ മുതുകത്തിരുന്നു. പരുന്താണെങ്കിലോ ഒരു വലിയ പക്ഷി, നമ്മുടെ കുരുവിയാണെങ്കിലോ ഇത്തിരി കുഞ്ഞൻ കിയാങ് കിയാങ് കുരുവി വന്ന് പരുന്തിന്റെ മുകളിലിരുന്നത് പരുന്ത് അറിഞ്ഞതുപോലുമില്ല. അവനിങ്ങനെ കൂടുതൽ ഉയരത്തിൽ പറന്നുകൊണ്ടേയിരിക്കുകയാണ്. ഏറെ ഉയരത്തിലെത്തി. അവന് മനസ്സിലായി, താൻ തന്നെയാണ് ജയിക്കാൻ പോകുന്നത്. മറ്റു പക്ഷികളെ ഒന്നും കാണാനേയില്ല, ആരുടെയും ശബ്ദം കേൾക്കാനില്ല. ആഹാ, അതിവിശാലമായ ആകാശം! ഇനി ഈ ആകാശത്ത് പക്ഷികളുടെ രാജാവ് ഞാൻ തന്നെ. മറ്റാരും ഇനി തന്നെ തോൽപ്പിക്കാനില്ല. മത്സരം കഴിയാറായി, താൻ ജയിച്ചിരിക്കുന്നു എന്നും മനസ്സിലാക്കിയപ്പോൾ നമ്മുടെ പരുന്തച്ഛൻ ഉറക്കെ പറഞ്ഞു, ഞാനാണ് പക്ഷികളുടെ രാജാവ്. ഏറ്റവും ഉയരത്തിൽ പറക്കാൻ കഴിഞ്ഞത് എനിക്കാണ്.
അപ്പോഴുണ്ട് ഒരു ചെറിയ ചിറകടി ശബ്ദം. നമ്മുടെ കുഞ്ഞിക്കുരുവി പരുന്തിന്റെ മുതുകിൽ നിന്നും പറന്നുയർന്നു. തന്റെ കുഞ്ഞി ചിറകുകൾ വിടർത്തി ശക്തിയിൽ പറന്നുകൊണ്ട് നമ്മുടെ കുഞ്ഞിക്കുരുവി പരുന്തിനും മുകളിലൂടെ പറന്നു. എന്നിട്ട് പറഞ്ഞു, ഞാനാണ് രാജാവ്. പരുന്തിനേക്കാൾ ഉയരത്തിൽ പറന്നത് ഞാനാണ് പക്ഷികളുടെ രാജാവ്. പെട്ടെന്ന് പരുന്ത് മുകളിലേക്ക് നോക്കിയപ്പോൾ കുരുവിയെ കണ്ടു. എന്നാൽ ഇനി ഒട്ടും മുകളിലേക്ക് പറക്കാനാവാത്ത വിധം നമ്മുടെ പരുന്ത് ക്ഷീണിച്ചു പോയിരുന്നു. അതിന്റെ ചിറകുകൾ തളർന്നു പോയിരുന്നു. അത് പതുക്കെ താഴേക്ക് വന്നു. എല്ലാ പക്ഷികളും ഒത്തുകൂടി പുതിയ രാജാവിനെ കിരീടമണിയിക്കാൻ. എല്ലാവരും കണ്ടു പരുന്തിനേക്കാൾ ഉയരത്തിൽ പറന്ന കുഞ്ഞിക്കുരുവിയെ. എല്ലാവർക്കും വലിയ അത്ഭുതം തോന്നി. എങ്ങനെയാണ് ഈ കുഞ്ഞിക്കുരുവി ഇത്രയും മിടുക്കനായ പരുന്തിനെ തോൽപ്പിച്ചത്? പുതിയ രാജാവിനെ കിരീടമണിയിക്കാനായി മൂങ്ങയമ്മാവൻ വന്നു. കുഞ്ഞിക്കുരുവി സന്തോഷവാനായി നിൽക്കുവാണ്. ആ സമയം അവൻ പരുന്തച്ഛനെ നോക്കി ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, കൂട്ടുകാരാ, നീയില്ലായിരുന്നെങ്കിൽ എനിക്ക് മത്സരം ജയിക്കാൻ പറ്റുമായിരുന്നില്ല. പരുന്തച്ഛൻ വിഷമത്തോടെ പറഞ്ഞു, അതെ, നീ ജയിച്ചത് എന്റെ ശക്തി ഉപയോഗിച്ചാ. അപ്പോൾ കുഞ്ഞിക്കുരുവി പറഞ്ഞു, അതെ, നിന്റെ ശക്തിയും എന്റെ ബുദ്ധിയും ഉപയോഗിച്ചാണ് ഞാൻ ഈ മത്സരം ജയിച്ചത്. മൂങ്ങയമ്മാവൻ പുതിയ പക്ഷി രാജാവിനെ, നമ്മുടെ കിയാം കുരുവിയെ കിരീടമണിയിച്ചു. ഈ മത്സരത്തോടു കൂടി പക്ഷികൾക്ക് ഒരു കാര്യം മനസ്സിലായി. നമ്മുടെ ബുദ്ധിയാണ് ഏറ്റവും വലിയ ശക്തി. ഇതാണ് ഇന്നത്തെ നമ്മുടെ കുഞ്ഞിക്കഥ. ഇത്തവണയും ഒരുപാട് ചക്കരക്കുട്ടികൾ നമുക്ക് സ്നേഹം അറിയിച്ച് മെസ്സേജസ് അയച്ചിട്ടുണ്ട്. പേര് പറയട്ടെ. നിഹിത് മനോജ്, ഫെബ്രുവരി 23 പിറന്നാൾ ആഘോഷിക്കാൻ പോകുന്ന ലോഹിത് മനോജ്, മീനാക്ഷി ഡാനിഷ്, ദേവദത്ത് ഡാനിഷ്, സായു എന്ന സാൻവി ശ്രീ അരവിന്ദ്, കുഞ്ഞാറ്റ എന്ന അധീന, ഇവാനിയോ, ഹെയ്ലിൻ, ലിയ മോൾ എന്ന ലിയ എലിസ്, നാനുമോൻ എന്ന മുഹമ്മദ് അയാൻ, ആമിമോൾ എന്ന ഐമ മറിയം, അന്നൂസ് എന്ന അൻവി പ്രശാന്ത്, അമയ് പ്രശാന്ത്, അയാനു എന്ന അയാൻ രാജ്, ആത്മിക സിൽവാദാസൻ, ദുദ്ദു എന്ന ജൂഡ് ജോർജ് ജോമോൻ, കുഞ്ഞി എന്ന അഗ്രഹായന സർവരി, വാമി എന്ന വാമിക നിതീഷ്, ഇനിക നിതീഷ്, ഇനാര, ദ്രുപദ് എൻ ജയ്, മോമോ എന്ന മന്ന, സച്ചു എന്ന സ്വസ്തി, കിസക്കുട്ടി എന്ന കാശ്വി, ദേവൻ എന്ന ശിവദത്ത്, തിമു എന്ന റോനാൻ ഫിലിപ്പ് ജേക്കബ്, സന മെഹ്റീൻ, ഷഹീൻ ഫൈസി. പിറന്നാൾ ആഘോഷിക്കുന്ന ചക്കരക്കുട്ടിക്ക് പിറന്നാൾ ആശംസകൾ, ഒപ്പം സ്നേഹം അറിയിച്ച എല്ലാ കുഞ്ഞുമക്കൾക്കും നിറയെ സ്നേഹം. അച്ഛനമ്മമാരെ, കഥയോടൊപ്പം കുഞ്ഞുങ്ങളുടെ പേരുകൾ കൂടി പറയണമെങ്കിൽ എന്ത് ചെയ്യണമെന്നുള്ളത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതൊന്ന് നോക്കിയേക്കണേ. അപ്പോൾ നമുക്കിനി മറ്റൊരു കഥയുമായി കാണാം. ടാറ്റ.